ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷനുമായിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നബാർഡിൻ്റെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 2024 നബാർഡ് റിക്രൂട്ട്മെന്റ് എയും ബിയും ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ഗ്രേഡ് എ, ഗ്രേഡ് ബി പോസ്റ്റുകളൊക്കെ നബാർഡിൻ്റെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ സി പോസ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ്. ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കൊണ്ടാണ് നബാർഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അഗ്രികൾച്ചറൽ ബാങ്ക് ആണ്, അഗ്രികൾച്ചറൽ ബാങ്കിങ് സെക്ടറാണ്, നാഷണലൈസ്ഡ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് വേണ്ടിയും അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിങ് സെക്ടറാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യസ് അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് തന്നെയാണ് നബാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഡെക്സ് അപ്പെക്സ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ബാങ്ക് തന്നെയാണ് നമ്മുടെ റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ടുള്ള നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം വിളിച്ചിട്ടുള്ള വാക്കൻസീസ് എന്ന് പറഞ്ഞാൽ 108 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അതൊരു ലിമിറ്റേഷൻ ആയിട്ട് കാണരുത്. കാരണം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ഇത്രയും വീഡിയോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഇത്രയും ജോലികൾ ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, യൂസ്ഫുൾ ആവാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് പേര് വിശ്വസിക്കുന്നത് ഇപ്പം എന്താണ്, ഇന്ത്യയിൽ എന്താണ് ജോലി ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്രയും സെൻട്രൽ ഗവൺമെന്റുകൾ എന്തുണ്ട്, വാക്കൻസി കുറച്ചിട്ടായാലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങളെ അവെയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ എന്തായാലും നബാർഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 108 ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. 108 ഗ്രൂപ്പ് സി വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം 10th ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അത് ഒന്നാമത്തെ പോയിന്റ്. 10th ക്വാളിഫൈ ആയി നിൽക്കുന്ന, അതായത് ഇപ്പോൾ എന്താണ്, 10th എക്സാം പാസ്സാവണം, നിങ്ങളുടെ കയ്യിൽ SSLC സർട്ടിഫിക്കറ്റ് എന്നുണ്ടായിരിക്കണം. 1 ഒക്ടോബർ 2024 എന്ന് പറയുന്ന ഒരു ടൈം എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, 10th സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു കണ്ടീഷനെ പറയുന്നുള്ളൂ. 10th എന്ന് പറയുമ്പോൾ 10th കഴിഞ്ഞ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനല്ല, അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് 10th ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2 ഒക്ടോബറിനാണ്. ഒക്ടോബർ 2-നാണ് എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ രജിസ്ട്രേഷൻ. അതായത് ഇപ്പോൾ എന്താണ്, അതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്ന് നിങ്ങൾ അറിയിച്ചു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ന് തൊട്ടാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. 2 ഒക്ടോബർ 2024 തൊട്ട് 21 ഒക്ടോബർ 2024 വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത് കേട്ടോ. 21 ഒക്ടോബർ വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ 2-ാം തീയതി മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓപ്പൺ ആവുകയുള്ളൂ. ആ ഒരു പോയിന്റ് അവിടെ മനസ്സിലാക്കുക. ഇനി അടുത്ത ഏജ് ലിമിറ്റ്. നമ്മൾ പറഞ്ഞു 10ാം ക്ലാസ് യോഗ്യതയാണെന്ന്. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുഞ്ഞു പിള്ളേർക്ക് അപ്ലൈ ചെയ്യാന്നുള്ള ഒരു ലെവലല്ല. എപ്പോഴും നമ്മുടെ ഏജ് കാറ്റഗറി തുടങ്ങുന്നത്, നമ്മൾ മെച്യൂർഡ് ആവുന്നതെന്നുള്ള ഏജ് കാറ്റഗറി പറയുന്നത് 18 ഇയേഴ്സ് ആണ്. അപ്പോൾ 18 to 30 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. 18 to 30 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ SC ST കാറ്റഗറിക്ക് ആണെങ്കിൽ എത്ര വയസ്സ് വരെ, 5 വർഷം കൂടുതൽ കിട്ടും. 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യുക. അതാണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. OBC കാറ്റഗറിക്ക് 3 വർഷം കൂടെ അഡീഷണൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 33 വയസ്സ് വരെ. അതുപോലെ PWD കാറ്റഗറിക്ക് എത്ര വർഷം വരെ, നമുക്ക് 10 വർഷം അഡീഷണൽ ചെയ്യാൻ പറ്റും. അതാണ് 40 വയസ്സ് വരെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏജ് ലിമിറ്റ്, ഈ ഒരു ഏജ് ലിമിറ്റിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് phase 1 ഓൺലൈൻ എക്സാമിനേഷൻ കാണും. എല്ലാം ഓൺലൈൻ ടെസ്റ്റ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റ് എക്സാം എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെയായിരിക്കും മാക്സിമം. അത് കഴിഞ്ഞ് phase 2 എന്ന് പറയുന്നത് ഓൺലൈൻ ടെസ്റ്റ് ആണ്. അതായത് പ്രിലിംസ്, മെയിൻസ്, അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം CBT 1, Tier 1, Tier 2 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഇനി അടുത്ത ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ ഏറ്റവും വലുതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, അതായത് നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്ഥലം. കാരണം ഇതെന്താണ്, 108 വാക്കൻസി നാഷണലൈസ്ഡ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം നാഷണലൈസ്ഡ് ആയിട്ട് വിളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കേരള വയ്ക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേരളയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ വാക്കൻസി ഒക്കെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ റെയിൽവേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ദൂര സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ ലാംഗ്വേജും കൂടെ അറിഞ്ഞിരിക്കണം. മറ്റതിനൊന്നും നമുക്ക് ലാംഗ്വേജ് വലിയ പ്രശ്നമായിട്ട് അവർ എടുത്തു പറയുന്നില്ല. പക്ഷേ ഇതിൽ എന്താണ്, ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് അവർ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മുംബൈയിലാണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഡൽഹിയിലാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ലാംഗ്വേജ് ഏതാണ്, ഹിന്ദിയാണ്. അപ്പം നിങ്ങൾ ഹിന്ദിയിൽ എന്തായിരിക്കണം,
അറിവുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും എല്ലാം ഏതിൽ അറിഞ്ഞിരിക്കണം, ഹിന്ദിയിൽ. അപ്പോൾ ആ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ നടത്തും. അപ്പോൾ ഇപ്പം ദൂരമുള്ളവർ നമ്മുടെ കേരളയിൽ വെച്ച് അവരെന്തറിഞ്ഞിരിക്കണം, മലയാളം അറിഞ്ഞിരിക്കണം. ആ ഒരു ടെസ്റ്റ് അവിടെ നടത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ കേരളയിലെ വേക്കൻസി നമുക്ക് അവിടെ മാത്രമേ വയ്ക്കാൻ പറ്റൂ. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് തമിഴ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വയ്ക്കാം, തമിഴ്നാട് വയ്ക്കാം അല്ലേ. തമിഴ് അറിയാമെങ്കിൽ തമിഴ്നാട് വയ്ക്കാം, തെലുങ്ക് അറിയാമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ വയ്ക്കാം, നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റും തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ആ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരുന്നത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് തന്നെയാണ്. അത് നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണ്. 10th കഴിഞ്ഞ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് സർവീസ് മാനൊക്കെ എന്ത് ചെയ്യും, ചോദിക്കുമല്ലോ എക്സ് സർവീസ് മാന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന്. എവർക്കും എന്തുണ്ട്, ഈ ഒരു ടെസ്റ്റിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം എക്സ് സർവീസ് മാൻ 10th പാസ്സാണെങ്കിൽ അത് 10th പാസ്സായിട്ട് പിന്നെ വേറൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് മതി, അറ്റ്ലീസ്റ്റ് 15 വർഷം അവരെന്ത് ചെയ്യണം, ഡിഫൻസ് സർവീസിൽ വർക്ക് ചെയ്തവരായിരിക്കണം. 15 വർഷം അവർ ഡിഫൻസ് സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. 10ഉം ഡിഫൻസ് സർവീസിൽ വർക്കിംഗ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. അപ്പം 10th സ്റ്റാൻഡേർഡ് ഉള്ളവർക്കും ഏത് സ്റ്റേറ്റിലാണോ കൺസേൺഡ് സ്റ്റേറ്റ് എവിടെയാണോ നിങ്ങൾ വയ്ക്കുന്നത്, കമ്മിങ് അണ്ടർ ദ സ്റ്റേറ്റ് റീജിയൻ ഓഫീസ് ടു വിച്ച് ദേ ആർ അപ്ലൈയിങ്, അവർ അപ്ലൈ ചെയ്യുന്ന ഏത് സെൻറ്ററിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾ കേരളയിൽ നിന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കേരളയുടെ ഒരു ബോർഡിൽ നിന്ന് തന്നെ, സ്റ്റേറ്റ് ബോർഡിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, 10th ക്വാളിഫൈ ആയത്. ആ ഒരു കണ്ടീഷനും കൂടെ അവരിവിടെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പ്രിലിംസിൻ്റെ എന്താണ്, സിലബസ് അറിയണം, നിങ്ങൾ ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് അറിയണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും, 10th ലെവലാണ്, ബേസിക് ലെവലാണ്, എക്സാമിനേഷൻ വരുന്നത് ഈസി ആയിട്ടാണ്. SSC RRB പഠിക്കുന്നവർക്കാണെങ്കിൽ അറിയാവുന്ന സബ്ജക്റ്റുകളാണ്. റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ മാത്സും ഉണ്ട്. ഈസി അല്ലേ, വളരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു സംഭവം എത്രയാണ്, 1 marks ഈച്ച് എന്ന് പറഞ്ഞ രീതിയിലാണ് വരുന്നത് കേട്ടോ. 1 മാർക്കാണ് ഉള്ളത്. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 120 ക്വസ്റ്റ്യൻ 120 മാർക്കിന്. 120 ക്വസ്റ്റ്യൻ 120 മാർക്കിന്. നെഗറ്റീവ് മാർക്കിംഗ് 1/4. 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. ആ ഒരു രീതിക്കാണ് വരുന്നത്. ടൈമിൻ്റെ ഡ്യൂറേഷൻ 90 മിനിറ്റ്, 1.5 മണിക്കൂർ ടൈം എന്ന് പറഞ്ഞ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, 90 മിനിറ്റ് ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് അപ്ലൈ എഴുതാമെന്നുള്ളൊരു കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്, നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് മെയിൻസിൻ്റെ, അതപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ആയവർക്ക് നേരെ എന്ത് കിട്ടുകയാണ്, മെയിൻസിലേക്കുള്ളൊരു ക്വാളിഫിക്കേഷൻ കിട്ടുകയാണ്. അപ്പോൾ മെയിൻസ് ആണെന്ന് പറഞ്ഞാൽ ഏതാണ് കിട്ടുക, നമുക്ക് റീസണിങ് തന്നെ അവിടെ ഉള്ളത്. പിന്നെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് തന്നെ ഉണ്ട്, GK ഉണ്ട്, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഉണ്ട്. ഇത്രയും സബ്ജക്ട്സ് തന്നെയാണ് അവിടെ ഉള്ളത്. 35x1 എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെയും പോകുന്നത്. ഇനി അടുത്ത് എന്തുണ്ട്, ഓരോ സെക്ഷനിൽ നിന്ന് 35 ക്വസ്റ്റ്യൻ, നേരത്തെ 30 ആണെങ്കിൽ ഇവിടെ 35 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്കിന് 1/4 നെഗറ്റീവ്. 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും. എത്ര മിനിറ്റ്, 120 മിനിറ്റ്, 2 മണിക്കൂർ ടൈം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഇതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു പാറ്റേൺ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 10th ലെവലാണെന്നുള്ള ഒരു കാര്യം ആലോചിക്കുക. അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും ചോദിക്കുന്നത്. GK ഒക്കെ അത്യാവശ്യം അറിഞ്ഞാൽ മാത്രം നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഫീസിൻ്റെ കാര്യം എന്താണ്, നമുക്ക് എപ്പോഴും പറയുന്നത് തന്നെയാണ്. ജനറൽ OBC ഫീമെയിൽ കാറ്റഗറിക്ക് എല്ലാവർക്കും എന്ത് തന്നെയാണ്, ഒരു നല്ല എമൗണ്ട് തന്നെ അവർ ഈടാക്കും. കാരണം ഇത് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് മാത്രമല്ലേ അവർക്കൊരു ഇതുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അത്ര എമൗണ്ട് അവരിടും കേട്ടോ. അതുകൊണ്ടാണ് 450 രൂപയാണ് അതേഴ്സിന്. SC ST PWD കാറ്റഗറിക്ക് മാത്രം എത്ര രൂപ, 50 രൂപ എന്ന് പറഞ്ഞൊരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും 450 ആണ്. ഇവരുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ എത്ര വരുന്നു, 35,000 റുപ്പീസ് വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി. ബേസിക് പേ തന്നെ 35,000. പിന്നെ ഉള്ള അലവൻസും അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വഴിയെ കിട്ടിക്കോളും. ഇനി അടുത്ത് എന്താണ്, വെബ്സൈറ്റ്. നിങ്ങൾക്ക് എവിടെയാണ് ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, എന്താ ഇത് കൊടുത്താൽ നിങ്ങൾക്ക് വല്ല ഉപയോഗം ഉണ്ടെന്ന് തോന്നുമെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളായിട്ട് പഠിക്കാതെ പോയി എഴുതുന്നതിനേക്കാളും നല്ലത് എന്താണ്, പഠിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവാൻ പോകുന്നത് 2 ഒക്ടോബർ തൊട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് വെബ്സൈറ്റിൽ കയറണം, www.nabard.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ലൈവായിട്ട് കിട്ടും. അപ്പോൾ നബാർഡിൻ്റെ ആപ്ലിക്കേഷൻ ലൈവ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്നവരാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ
ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് തരുന്നതാണ്. കാരണം വാക്കൻസി ലിസ്റ്റിംഗ് ഒക്കെ വരുന്നെങ്കിൽ നമ്മൾ കൃത്യമായിട്ടത് നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്